ഈ മേഘങ്ങളുടെ മറവെറ്റി പൊക്കോളൂ, റഡാറുകൾ കാണില്ല എന്ന് പറയുന്നത് സീക്രട്ട് അല്ലേ? എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? മേഘങ്ങൾ ഉള്ളപ്പോൾ റഡാർ സിഗ്നലുകൾക്ക് വ്യത്യാസം വരാറുണ്ട്. അത് ബേസിക് സയൻസ് ആണ് സാറേ. ബേസിക് അത് സീക്രട്ട് ആണോ അല്ലെന്നാണ് എന്റെ ചോദ്യം. അതിന്റെ അകത്ത് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു രഹസ്യമില്ല. ഒഫീഷ്യൽ സീക്രട്ടും അതിന്റെ അകത്തില്ല. എന്നാൽ ഏത് റഡാറാണ് ഉപയോഗിച്ചത്, ഏത് തോക്കാണ് ഉപയോഗിച്ചത്, ആരാണ് ആ പൈലറ്റ്, ഏത് വിമാനമാണ് ഉപയോഗിച്ചത്, അത് എത്ര ഉയരത്തിലാണ് പറന്നത്, എത്ര ബോംബാണ് ഇട്ടത്, ഇതൊക്കെയാണ് അതിന്റെ അകത്ത് സൈനിക നീക്കങ്ങളുടെ സീക്രട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിമർശനങ്ങളാകാം, രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളാകാം, പക്ഷെ വിവരക്കേടുകൾക്കൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് അജിൻസേ. അല്ല, ഈ റഡാറുകൾ കണ്ടെത്തില്ല മേഘങ്ങൾക്കിടയിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്താണ് ഇപ്പോഴും എന്റെ തെറ്റിദ്ധാരണ. അപ്പോഴും അത് രഹസ്യമല്ല എന്നാണ് ഷാബുവിന്റെ വാദം. അതിന്റെ അകത്ത് രഹസ്യരിക്കുന്നു. അതാണ് രാജ്യരക്ഷയെ ബാധിക്കുന്ന രഹസ്യമാണോ അത്? അല്ലെങ്കിൽ സൈനിക നീക്കങ്ങളെ സംബന്ധിക്കുന്ന ഒഫീഷ്യൽ രഹസ്യമാണോ അത്? ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഗാൽവാൻ വാലിയിൽ എന്ത് രഹസ്യമാണ് ഈ തടഞ്ഞു വെക്കാനുള്ളത്? അതായത് ചൈനീസ് സൈന്യം അവിടുന്ന് കടന്നു വരുന്നു, ഏത് തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു എന്നല്ല ചോദിക്കുന്നത്. ആ സമയത്ത് സൈന്യത്തിന് എന്ത് നിർദ്ദേശം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുത്തു? അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അതാണ് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ. ഉചിതമായ രീതിയിൽ അല്ല, അതങ്ങ് പറഞ്ഞാൽ പോലെ പാർലമെന്റിൽ. അതായത് മോദി സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടാണ് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം, ഞങ്ങൾ ആ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പാർലമെന്റിൽ പറഞ്ഞാൽ പോരെ? തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് മിണ്ടാനേ പാടില്ല എന്ന് പറഞ്ഞത് കാര്യം അല്ല. അതറിയുന്നത് അവിടെ നിൽക്കുന്നവർക്കാണ് അതറിയുന്നത്. അല്ല, അത് പറഞ്ഞാൽ പോലെ പാർലമെന്റിൽ പ്രതിരോധ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കിരൺ റിജിജുവിനൊക്കെ എഴുന്നേറ്റ് പറഞ്ഞാൽ പോരെ ഇത് മോദി സർക്കാരിന്റെ നിലപാടാണ്, സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം, അവർ ചെയ്യട്ടെ, ഇത് ഞങ്ങൾ അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർന്ന കേസല്ലേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ചമ്മിപ്പോയില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ സംസാരിക്കാൻ പിന്നെ എന്തിനാണ് പ്രതിരോധ പാർലമെന്ററി കമ്മിറ്റി? മുൻ പാർലമെന്ററി കമ്മിറ്റി എങ്ങനെയാണ് ഇരിക്കുന്നത്? സർക്കാരിന് എത്ര ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ പണി എന്താണ്? പിന്നെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ കാര്യമാണെങ്കിലും ഇത് രാജ്യരക്ഷയെ സംബന്ധിക്കുന്ന വിവരമാണ്, കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന് എത്ര വിമർശനം ഉണ്ടായാലും എത്ര അധിക്ഷേപം ഉണ്ടായാലും രാഹുൽ ഗാന്ധിയെ വായടപ്പിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുക എന്നുള്ളതല്ല സർക്കാരിന്റെ ലക്ഷ്യം.